രഘുനാഥ് നായർ. അദ്ദേഹം മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ശ്രീ രഘുനാഥ് നായർ, അപകടം ഉണ്ടായിട്ട് മണിക്കൂറുകളെ സാങ്കേതികമായി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൃത്യമായ നിരീക്ഷണങ്ങളൊന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ഇപ്പോഴും ഈ അപകടം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. അതിന് വിദഗ്ധ പരിശോധന ആവശ്യമാണ്. എങ്കിലും താങ്കൾ വാർത്തകളിലും റിപ്പോർട്ടുകളിലുമൊക്കെ ഈ അപകടത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്തൊക്കെ സാധ്യതകളാണ് താങ്കൾ കാണുന്നത്? ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തോന്നലനുസരിച്ചിട്ട് ഏതൊക്കെ സാധ്യതകൾ ഉണ്ടാകാമോ അതെല്ലാം ഉണ്ട്. ഒരു സബോട്ടേജിന്റെ പോസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതുണ്ട്. അതിന്റെ കാരണങ്ങൾ ഞാൻ വേണമെങ്കിൽ പിന്നീട് പറയാം. പക്ഷെ ഇത് ഉണ്ട്, സബോട്ടേജിന്റെ സാധ്യതകളുണ്ട്. അത് ഏത് രീതിയിലാണെന്നുള്ളത്. എഞ്ചിൻ ഫെയിലിയറിന്റെ സാധ്യതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളിക്കളയാനാവില്ല. രണ്ട് എഞ്ചിനും ഒരു എഞ്ചിനായിട്ട് ഫെയിലായി അതുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നത് അംഗീകരിക്കില്ല. കാരണം രണ്ട് എഞ്ചിനും ഒന്നിൽ ഫെയിൽ ആയിട്ടുണ്ടാവും. കാരണം ആ എയർക്രാഫ്റ്റിന്റെ ഫ്ലൈറ്റ് ഡബിൾ എഞ്ചിനുകൾ അറ്റ് എ ടൈമിലല്ലേ സാധാരണ പ്രവർത്തിക്കുക? അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി? രണ്ട് പ്രവർത്തിക്കുന്നത് ഒന്നിച്ചാണെങ്കിലും അത് ഇൻഡിപെൻഡന്റ് ആണ്, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പവർ സപ്ലൈയിൽ വരുന്ന ഒരു ഫെയിലിയറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ എഞ്ചിൻ കൺട്രോൾ സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ റെയർ ആണ്, പക്ഷെ ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ ഒന്നില് ഒരു കാര്യം ഉറപ്പാണ്, എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് എഞ്ചിനും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ രണ്ട് ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ആ നമ്മുടെ വിഷ്വൽസിൽ അതിന്റെ ഫ്ലൈറ്റ് പാത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം, അത് നൂല് പിടിച്ച പോലെ നേരെയാ പോകുന്നത്. കാരണം ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് ഇതിന്റെ നോസ് വിമാനം ഒന്ന് തിരിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ. അതാണ് ഒരു റീസൺ. അതുകൊണ്ട് നമ്മൾ ഒന്നീ രണ്ടും ഓക്കെ ആണ്, അല്ലെങ്കിൽ രണ്ടും ഓക്കെ അല്ല. അതായത് വിമാനത്തിന്റെ ഒരു ഫ്ലൈയിങ് ആംഗിൾ മാറിപ്പോകും അല്ലെ? ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഒരെണ്ണം മാത്രമായിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫ്ലൈയിങ് ആംഗിൾ മാറിപ്പോവും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ പൈലറ്റിന്റെ കൺട്രോൾ റൂമിലേക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രസ്റ്റ് കിട്ടുന്നില്ല, ത്രസ്റ്റ് ലോസ് ഉണ്ട്, അതുകൊണ്ട് ലിഫ്റ്റ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എഞ്ചിൻ ഫെയിൽ ആയി എന്ന് പറയുന്നില്ല. കാരണം എഞ്ചിന്റെ ഒരു ടോട്ടൽ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാബിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാം എഞ്ചിൻ ടോട്ടലി ഫെയിൽ ആയിട്ടുണ്ടെന്നുള്ള. ക്യാബിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാം, അതിൽ ഇൻഡിക്കേഷൻ കിട്ടും. കാരണം എഞ്ചിൻ ഫെയിൽ എന്നൊക്കെ എഞ്ചിൻ ഫെയിൽ, ഫയർ വാർണിംഗ്, ഇങ്ങനെ ഒരുപാട് ക്രൂഷ്യൽ വാർണിംഗ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് ഈ വാർണിംഗ് കിട്ടും. ആ വാർണിംഗ് കിട്ടുമ്പോൾ പൈലറ്റ് അത് എടുത്ത് പറയണം ഇന്ന ഫെയിലിയർ ആണെന്നുള്ളത്. അത് വന്നിട്ടില്ല. അതായത് ഞാൻ ഈ പ്രേക്ഷകർക്ക് ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു ടെക്നിക്കൽ എറർ ഒക്കെ സംഭവിച്ചാൽ ഏറ്റവും ഈസിയായ രീതിയിലായിരിക്കുമല്ലോ കമ്മ്യൂണിക്കേഷൻ നടക്കുക ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ ആയിരുന്നുവെങ്കിൽ കോ പൈലറ്റ് നൽകേണ്ട ഫസ്റ്റ് ഇൻഫർമേഷൻ എഞ്ചിൻ ഫെയിലിയർ എന്നതായിരിക്കും അല്ലേ? അത് എഞ്ചിൻ ഫെയിലിയർ തന്നെയാണ്, ത്രസ്റ്റ് ലോസ് അല്ല പറയേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ആ വിഷ്വൽസ് നമുക്ക് ബാക്കി വേറെ സൗണ്ട് ഒന്നും മ്യൂട്ട് ചെയ്യാതെ ആ വീഡിയോ ഒന്ന് കാണാമെന്നുണ്ടെങ്കിൽ അതിൽ എഞ്ചിന്റെ സൗണ്ട് നമുക്ക് ത്രൂ ഔട്ട് കാണാം, കേൾക്കാം. എഞ്ചിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഇൻ കേസ് ത്രസ്റ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ RPM കുറഞ്ഞതോ, ഇനി എഞ്ചിൻ ഫെയിൽ ആയില്ല, എഞ്ചിൻ എന്തെങ്കിലും കാരണവശാൽ എഞ്ചിന്റെ RPM കുറയോ, അത് മാനുവലി ഇവർ കുറയ്ക്കാതെ എഞ്ചിന്റെ RPM ചുമ്മാതെ കുറയില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എഞ്ചിനകത്ത് യാതൊരു പെർഫോമൻസിന് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് ഒരു വശം. ഇനി അഥവാ ഇനി ഈ ഫെയിലായി എന്നുള്ള ഒരു ആർഗ്യുമെന്റ് വരികയാണെന്നുണ്ട്. കാരണം ഇന്നലെ ഞാൻ എവിടെ ഒന്ന് വായിച്ചത് സ്ഥിരീകരിച്ചതാണോ അല്ലെന്ന് എനിക്കറിയില്ല, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. DGCA പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബേർഡ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് DGCA പറഞ്ഞതായിട്ടൊരു വാർത്ത ഞാൻ എവിടെയോ വായിച്ചു. അത് സ്ഥിരീകരിക്കുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നു, അത്തരം ശല്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുണ്ട്. പക്ഷെ ബേർഡ് ഹിറ്റ് ഇല്ല അവിടെ. കാരണം ഈ വിമാനത്തിന്റെ പുറകിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ വിഷ്വൽസിൽ കാരണം ഫ്ലാപ്പ് പോലും, കാരണം ഇത് ഒരുപാട് പേര് അതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വേർഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പിന്നെ TV കാണുന്നതിനകത്ത് അത്രയും ക്ലാരിറ്റി ഇല്ലല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വേർഷൻ എടുത്തിട്ട് അവർ നോക്കിയിട്ട് ഫ്ലാപ്പ് പോലും എക്സ്റ്റൻഡഡ് അല്ല, റിട്രാക്റ്റഡ് ആണ് എന്ന് കാണുന്ന ആ ഒരു സമയത്ത് ബേർഡ് ആക്ടിവിറ്റിന്റെ അതും കാണും. പിന്നെ ബേർഡ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ATCയിലും കാണാൻ പറ്റും. ATC ടവറിൽ നിന്ന് ബേർഡ് വാച്ചേഴ്സിന്റെ തന്നെ ഉണ്ട് ഈ ബേർഡ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട്. തന്നെയല്ല, പുറകിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഒരു എഞ്ചിനകത്ത് ബേർഡ് കയറി കഴിഞ്ഞാൽ ആ ബേർഡ് മാത്രമല്ല പുറത്തേക്ക് വരുന്നത്. ആ ഇത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് ആ എഞ്ചിന്റെ ഒരുപക്ഷെ എഞ്ചിൻ പൂർണ്ണമായിട്ടോ അല്ലെ എഞ്ചിന്റെ ഭാഗങ്ങളോ കൂടെ പുറത്തേക്ക് വരും. അത്രയും വലിയ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനകത്ത് ബേർഡ് ഹിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എഞ്ചിൻ ഫെയിൽ ആവും, ടോട്ടലി ഫെയിൽ ആവും. അപ്പൊ അങ്ങനെയുള്ള യാതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിനകത്തുനിന്ന് ഡെബ്രീസ് വരണം, പുക വരണം,
ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, വളരെ പ്ലെയിൻ, വളരെ ക്ലീൻ ആണല്ലോ അതിന്റെ ടേക്ക് ഓഫ്. യെസ്. അപ്പം ബേർഡ് ഹിറ്റ് എന്നുള്ള ഒരു പോസിബിലിറ്റി എന്തായാലും റൂൾ ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വരാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഈ ഹൈഡ്രോളിക് ഫെയിലിയർ അല്ലെങ്കിൽ കൺട്രോൾ ഫെയിലിയറിനുള്ള വലിയൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഒന്നിൽ എഞ്ചിൻ ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ അവിടെ റൂൾഡ് ഔട്ട് ആണ് ബാക്കിയെല്ലാം. പക്ഷെ എഞ്ചിൻ ഫെയിൽ എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാനായിട്ട് ഒരുപാട് എന്താ പറയുക പരിമിതികളുണ്ട്. കാരണം നമ്മൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ എല്ലാം എഞ്ചിൻ ഫെയിൽ എന്ന് പറയാൻ പറ്റുന്നില്ല. അവിടെ എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അതിന്റെ ഫ്ലാപ്പുകൾ എക്സ്റ്റെൻഡ് അല്ല എന്നുണ്ടെങ്കിൽ, ഈ ഫ്ലാപ്പുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ വിമാനത്തിന്റെ സ്പീഡ് കുറവായിരിക്കും. ഇത് മുകളിൽ ചെന്ന് കഴിഞ്ഞ് 800-850 കിലോമീറ്റർ സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേക്ക് ഓഫ് റൗണ്ടിൽ ഒരു 200 മുതൽ പതുക്കെ തുടങ്ങി ആക്സലറേറ്റ് ചെയ്ത് അങ്ങ് മേളിൽ എത്തുന്ന വരെ അത് ആക്സലറേറ്റ് ചെയ്ത് വരണം. അപ്പൊ 250-300 കിലോമീറ്റർ ആയിരിക്കും സ്പീഡ്. അപ്പോൾ ഒരു വിമാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ സ്പീഡാണ്. അപ്പൊ ഈ ചെറിയ സ്പീഡിൽ ഇതിനെ എയർബോൺ ആക്കി നിർത്താനായിട്ട് അതിന് മാക്സിമം ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാപ്പ് നമ്മൾ ഡൗൺ ചെയ്യുന്നത്. അത് ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, ടേക്ക് ഓഫിന്റെ സമയത്ത് ഒരു 30 ഡിഗ്രി ആണ് ഇതിന്റെ എക്സ്റ്റൻഷൻ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 പൊസിഷനിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ, ലാൻഡിങ്ങിന്റെ സമയത്ത് അതിൽ കൂടുതൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ ലാൻഡിങ്ങിലാണ് കൂടുതൽ നോസ് ലിഫ്റ്റ് വേണ്ടത്. എനിവേ, അപ്പൊ ആ എക്സ്റ്റൻഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പൈലറ്റ് എറർ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രോളിക് ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫെയിലിയറോ ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ കോക്പിറ്റിൽ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ കിട്ടും. ഫ്ലാപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാപ്പ് എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞ് കോക്പിറ്റിൽ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ കിട്ടും. ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് പൈലറ്റിന് കാണുമല്ലോ, ഫ്ലാപ്പ് ഡൗൺ വാണിംഗ്, ഫ്ലാപ്പ് ഡൗൺ അല്ല എന്നുള്ള വാണിംഗ് കിട്ടുമ്പോൾ. എന്ന് തന്നെയല്ല, ഇപ്പോഴത്തെ മോഡേൺ എയർക്രാഫ്റ്റിൽ ഈ ടേക്ക് ഓഫ് പ്രൊസീജിയറിൽ എന്തെങ്കിലും ഒന്ന് ഫലപ്രദമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അല്ലാതെ തന്നെ ഓഡിയോ വാർണിംഗും വിഷ്വൽ വാർണിംഗും കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും എവിടെയും ആരും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി പൈലറ്റ് അത് ഇഗ്നോർ ചെയ്തതാണോ എന്ന് അറിയില്ല. കാരണം ഇത്രയും 8,000 കിലോമീറ്റർ ഫ്ലൈയിങ് അവേഴ്സ്, അല്ല 8,000 അവേഴ്സ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയില്ല. അവിടെ ദുരൂഹതകൾ കണ്ടമാനം ഉണ്ടെന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ഈ വേറൊരു പോസിബിലിറ്റി പറയുന്നത്, ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു 200 ഫീറ്റ് ഉയരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യും. അണ്ടർ കാരേജ് എന്ന് പറയുന്നത് 3 വീലുകൾ. അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യുന്നതിന്റെ കാരണം, ഈ അണ്ടർ കാരേജ് എക്സ്റ്റെൻഡഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കണ്ടമാനം തടസ്സം, ഡ്രാഗ് ഉണ്ടാക്കും വിമാനത്തിന്റെ മുന്നോട്ടുള്ള. ഇതൊരു തടസ്സമല്ല, എക്സ്ട്രാ തടസ്സമല്ല. അപ്പൊ അതുകൊണ്ട് വിമാനത്തിന് ലിഫ്റ്റ് കിട്ടാനും ഒക്കെയുള്ള പോസിബിലിറ്റി ഒക്കെ കുറയും. അതുകൊണ്ടാണ് ഈ 200 മുതൽ 400 അടിക്കുള്ളിൽ അണ്ടർ കാരേജ് എപ്പോഴും എല്ലാ വിമാനങ്ങളും ഒന്ന് പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് റിട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്തിട്ടില്ല, ഒരു മസ്റ്റ് പ്രൊസീജിയർ ആണ്. ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യണം, അതൊരു മസ്റ്റ് പ്രൊസീജിയർ ആണ്, അത് ചെയ്തിട്ടില്ല. അവിടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രയും ലിഫ്റ്റ് കിട്ടി അത്ര മേളിൽ പോയല്ലോ, 600 അടി മേളിൽ പോയല്ലോ. അപ്പൊ ഒരു പക്ഷേ ഫ്ലാപ്പ് എക്സ്റ്റെൻഡഡ് ആയിരുന്നു, അനുമാനിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ ഫ്ലാപ്പ് എക്സ്റ്റെൻഡഡ് ആയിരുന്നു, അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യുന്നതിന് പകരം ഫ്ലാപ്പിനെ റിട്രാക്ട് ചെയ്യും. അതിന്റെ കൺട്രോൾ മാറി പ്രൊസീഡ് കാണും. ഇപ്പൊ ഇവിടെ സാധാരണഗതിയിൽ ഇപ്പൊ ഈ ബോയിങ് 787 കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. സാധാരണഗതിയിൽ ഈ ഫ്ലാപ്പിന്റെയും അണ്ടർ കാരേജിന്റെ എല്ലാം കൺട്രോള് 2 പൈലറ്റുമാരുടെ ഇടയ്ക്കുള്ള സെൻട്രൽ കൺസോളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം 2 പേർക്ക് ഈസി ആയിട്ട് ആക്സസ് ഉള്ളത് കൊണ്ട്. അപ്പൊ ഒരു പക്ഷേ ഈ പൈലറ്റ് ബേർഡ് ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ എന്നൊക്കെ മെയിൻ പൈലറ്റ് ക്യാപ്റ്റൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പക്ഷേ, ഞാൻ ഈ പറയുന്ന പോസിബിലിറ്റിയാണ്, കോ പൈലറ്റിനോട് പറഞ്ഞിട്ടുണ്ടാവാം അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യാനായിട്ട്, വീൽസ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അദ്ദേഹം അത് ചെയ്തപ്പോ മാറിപ്പോയായിരിക്കാം. അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. കാരണം പിന്നീട് ഈ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, അവിടെ അതായത് താങ്കൾ പറയുന്നത് പ്രകാരം മനുഷ്യത്വപരമായ പിഴവുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. തീർച്ചയായും ഒരുപാട്. യെസ്, തീർച്ചയായും ഈ മംഗലാപുരത്ത് ഉണ്ടായ ഒരു വിമാനാപകടം, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു പൈലറ്റ് എന്ന് തോന്നുന്നു. അത്രമേൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഉദ്യോഗസ്ഥൻ ആണ് പറത്തിയത് എന്നിട്ട് പോലും അവിടെ അപകടം സംഭവിച്ചപ്പോൾ അങ്ങനെ. അതുകൊണ്ട് ഈ ഏറ്റവും റിസ്ക് ഉള്ള സമയം എന്നത് ടേക്ക് ഓഫ് ആണ് എന്ന് പൊതുവെ ഈ വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 35% അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ടേക്ക് ഓഫിൽ നടത്തുന്ന പിഴവുകൾ എന്നുള്ളതാണല്ലോ. ചെറിയൊരു കറക്ഷൻ. ഒരു ഫ്ലൈറ്റിലെ ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് ഒരു 11 മിനിറ്റ് ആണ്. ടേക്ക് ഓഫിന്റെ സമയത്തുള്ള 3 മിനിറ്റും ലാൻഡിങ്ങിന്റെ സമയത്തുള്ള 8 മിനിറ്റും. റിസ്ക് കൂടുതൽ ലാൻഡിങ്ങിന്റെ. ഇപ്പൊ അഭിലാഷ്, ഇപ്പം എനിക്ക് ഒരു വിമാനം പറപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം പറപ്പിക്കാൻ പറ്റും. നമുക്ക് അതിന്റെ ബാക്കി സംഗതികളും കൺട്രോളുകളും എല്ലാം അറിയാം. പക്ഷെ
എനിക്ക് തിയറിറ്റിക്കലി സാധിക്കും, ടെക്നിക്കലി സാധിക്കില്ല. കാരണം എന്താ, ഏറ്റവും പ്രധാനം ഇതിന്റെ ലാൻഡിംഗ് ആണ്. ആ എക്സ്പെർട്ടീസ് മുഴുവൻ വേണ്ടത് ഇതിന്റെ ലാൻഡിങ്ങിലാണ്. ആ കറക്റ്റായിട്ട് റൺവേ അലൈൻ ചെയ്തിട്ട് ആ കറക്റ്റ് ആംഗിളിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് പോയിന്റിൽ ടച്ച് ഡൗൺ ചെയ്ത്, ഇത് വലിയൊരു റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ലാൻഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. പിന്നെ ഉള്ള റിസ്ക് ടേക്ക് ഓഫിൽ. അത് ഈ ക്രൂഷ്യൽ 11 മിനിറ്റ്സ് എന്ന് പറയുന്നത് ടേക്ക് ഓഫിലെ 3 മിനിറ്റും ലാൻഡിങ്ങിന്റെ സമയത്തുള്ള 8 മിനിറ്റും. ഈ സമയമാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അതായത് അവിടെ പല സാധ്യതകളുണ്ടല്ലേ. അതായത് റൺവേയിൽ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പിഴവുകളുണ്ട്, കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഈ പ്രഷർ, മർദ്ദം, അതിൽ ഈ ഫ്യുവൽ മർദ്ദം പോലും ഇതിലൊരു ഘടകമാണ് എന്ന തരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ അത് മാനേജ് ചെയ്യുന്നതിലോ നോട്ടീസ് ചെയ്യുന്നതിലോ ഒക്കെ പിഴവ് സംഭവിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അവിടെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് ഒരു ശക്തമായ ടെയിൽ വിൻഡ് ഉണ്ടെങ്കിൽ വിമാനത്തിന് വേണ്ടത്ര ലിഫ്റ്റ് കിട്ടാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു, ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവിടെ. നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ അതിന്റെ കപ്പാസിറ്റിയിൽ വരുന്നതാണ്. ഫ്യൂവൽ ഫുൾ ഫ്യൂവൽ ഉണ്ടെങ്കിൽ 1.25 ലക്ഷം ലിറ്റർ ഫ്യൂവൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത്ര ഉണ്ടെങ്കിലും അതൊന്നും ഈ വിമാനത്തിന്റെ പെർഫോമൻസിന്റെ യാതൊരുവിധ ഘടകമല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഇല്ല, ഇതിനകത്ത് എഞ്ചിന്റെ പവർ. കാരണം ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും മറ്റേ എഞ്ചിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ വിമാനത്തിനെ 15,000 അടി വരെ ഉയരത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്രയും പവർഫുൾ ആണ് ഇതിന്റെ എഞ്ചിൻ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസും നമുക്ക് പിന്നെ എടുത്തു പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ഊഹങ്ങളാണ്. ഇത് ഞാനീ പറഞ്ഞ ഈ മിസ്റ്റേക്കൺ അണ്ടർ കാരേജിന് പകരം ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തെന്ന് പറയുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കേസ് ഞാൻ പറയാം. അത് ഒരു ഫൈറ്റർ വിമാനമാണ്, ഏതാണെന്ന് പറയുന്നില്ല. റൺവേ കൂടി ഇത് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റൺ ചെയ്തിട്ട് ഇത് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ്, ഇത് പൊങ്ങുന്നതിന് മുമ്പായിട്ട് അബദ്ധത്തിന് പൈലറ്റ് അതിന്റെ അണ്ടർ കാരേജ് ലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ റൺവേ അത് പൊങ്ങിയിട്ടില്ല. ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ഇൻസിഡന്റ്. അപ്പൊ വീല് പൊങ്ങാനുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കൺട്രോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീല് പൊങ്ങുന്നതിന് പകരം എയർക്രാഫ്റ്റിന്റെ വെയിറ്റ് ഉണ്ടാവും. റൺവേയിൽ ഇത് റണ്ണിങ്ങിലാണ്, എയർക്രാഫ്റ്റ് താഴേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. റഷ്യൻ വിമാനമായിരുന്നു. ഇതിന്റെ ഫ്യൂസലേജ്, അതായത് അതിന്റെ ബോഡി കംപ്ലീറ്റ് ഒരഞ്ഞ് റൺവേയുടെ മറ്റേ അറ്റം വരെ പോയിട്ട് ദൈവാധീനം പോലെ ഇത് നേരെ അവിടെ റൺവേയുടെ എൻഡിൽ എപ്പോഴും ഈ ഫയർ ടെൻഡേഴ്സ് കാണും, ക്രാഷ് ഫയർ ടെൻഡേഴ്സ് എന്ന് പറയും. അത് അവിടെ കാണും. ഈ വിമാനം പോയിട്ട് അതിന്റെ നേരെ മുമ്പിൽ പോയിട്ട് നിന്നു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവർ അതിനെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ ഉപയോഗിച്ച് കെടുത്തി. അതിൽ അപകടം ഉണ്ടായില്ല. ഞാൻ പറയുന്നത് ഈ ഒരു മിസ്റ്റേക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പൈലറ്റും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. ഇതുപോലുള്ള ചില സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സല്ലേ അത് പല സ്ഥലത്ത് കറങ്ങി നടക്കും പല സമയത്ത്. താങ്കൾ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഈ അപകടമുണ്ടായതിനു ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല നിരീക്ഷണങ്ങളുണ്ട്. അതിൽ എക്സ്പെർട്ടുകളാണോ അല്ലയോ എന്നൊന്നും സാങ്കേതികമായി നമുക്കും അറിയില്ല. അതിൽ ഈ താങ്കൾ പറഞ്ഞ ഇതേ കാര്യം തന്നെയുണ്ടല്ലോ. അതായത് ഈ വിമാനത്തിൻ്റെ ടയറുകൾ അത് ഫ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടാകേണ്ട പൊസിഷനിൽ ആയിരുന്നില്ല എന്ന മട്ടിൽ ഉള്ള ചില പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിൽ താങ്കളുടെ ഒരു നിഗമനം എന്താണ്? അല്ല, അത് അതിന്റെ കാരണം ഇതാണ് ഞാനീ പറഞ്ഞത്. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് റിട്രാക്ട് ചെയ്ത് ഇതിന്റെ അകത്തേക്ക് പോകണം. എന്നിട്ട് ഇതിനെ ഈ വീലുകൾ അകത്തേക്ക് പോയിട്ട് അതിന്റെ ഡോർ ക്ലോസ് ചെയ്യും. അപ്പം എയർക്രാഫ്റ്റിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒഴുക്കം മറ്റുള്ള ഒഴുക്കനായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ആണ്. ഇത് വീൽ വെൽ എന്നാണ് പറയുന്നത്. വീൽ വെൽ, അതായത് കിണർ, വീലിന് കയറിയിരിക്കാനുള്ള വെല്ലാണത്. ആ 3 വീൽ വെല്ലുണ്ട്. ഈ വീൽ വെൽ ബേക്ക് അകത്തോട്ടാണ് ഈ വീല് കയറി പോകുന്നത്. കയറി പോയിട്ട് അതിന് ഇതുണ്ട്, അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ അത് തുറന്നിരിക്കുകയാണ്. ഈ അടപ്പ് തുറന്നിരിക്കുകയാണ്. അങ്ങനെയാണോ താങ്കൾക്കും നിരീക്ഷിക്കാൻ പറ്റിയത് ദൃശ്യങ്ങളിൽ? അതെ, ഇത് തന്നെ ഒരു എക്സ്ട്രാ എക്സ്റ്റൻഷൻ ആണ്. പിന്നെ വീൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുമ്പോൾ ഇതും ഒരു തടസ്സമാണ്. അപ്പൊ ഈ എയറോഡൈനാമിക് ഷേപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതെല്ലാം പെടുമല്ലോ. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഡ്രാഗ് ഉണ്ടാക്കും വിമാനത്തില്. അതും ഒരു ഘടകമാണ്. അപ്പൊ അത് പിന്നെ വിമാനത്തിനെ സ്ലോ ഡൗൺ ചെയ്യും ഇത് റിട്രാക്ട് ചെയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ. അതൊരു പോസിബിലിറ്റിയാണ്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതിന് കൂടുതൽ ഹ്യൂമൻ എറർ ആണ്. കാരണം ഇതിന്റെ മെയിൻ്റെനൻസിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അത് താങ്കളോട് ചോദിക്കാനായി മനസ്സിൽ കരുതിയതാണ്. കാരണം പലപ്പോഴും ഈ എയർ ഇന്ത്യയുടെ വിമാനങ്ങളുടേത് ഉൾപ്പെടെ യാത്രക്കാർ ഉള്ളിൽ നിന്ന് അയക്കുന്ന വീഡിയോസ് ഒക്കെയുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കും അത്തരം അനുഭവങ്ങളുണ്ട്. അതിപ്പോൾ പ്രൈവറ്റ് ഇപ്പോൾ എല്ലാം പ്രൈവറ്റാണ്. എയർവേസിലൊക്കെ അവർ നൽകുന്ന ഫെസിലിറ്റികളെല്ലാം കൃത്യമായി വർക്ക് ചെയ്യണമെന്നില്ല. ഫ്രണ്ടിൽ മോണിറ്ററൊക്കെ പലപ്പോഴും ഉണ്ടാകാറില്ല. റിമോട്ട് കൺട്രോൾ, അതായത് ഓരോ വ്യക്തികൾക്കുമുള്ള റിമോട്ട്
കൃത്യമായി വർക്ക് ചെയ്യണമെന്നില്ല, അങ്ങനെയുള്ള പിഴവുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഇതിപ്പോൾ എയർ ഇന്ത്യയുടെ ശോചനീയാവസ്ഥ എന്ന നിലയിലൊക്കെ ഉള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ ഇത്തരത്തിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നില്ല, കൂളർ കൃത്യമല്ല, ലൈറ്റ് കൃത്യമല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അപകടത്തിന് കാരണമാകുന്ന ഫെയിലിയറുകളോ പോരായ്മകളോ ഒക്കെയായി അതിനെ നമുക്ക് കാണേണ്ടതുണ്ടോ, അത്തരം ഈ പ്രചാരണങ്ങളെ? ഇല്ല, അതിനെ നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊന്നും ഈ ഒരു ആക്സിഡന്റുമായിട്ട് ഇല്ല. ഡയറക്റ്റ് ഇമ്പാക്ട് ഇല്ല. ഡയറക്റ്റ് ഇമ്പാക്ട് ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ TV വർക്ക് ചെയ്യുന്നില്ല, അല്ലെ എയർ കണ്ടീഷനിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായി വർക്ക് ചെയ്യുന്നില്ല, എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടുന്ന് ഇംഗ്ലണ്ട് വരെ ഒന്നും AC ഒന്നും വർക്ക് ചെയ്തൊന്നും വിമാനം കൊണ്ടുപോകത്തില്ല. ഒരുപക്ഷെ ഇതിനകത്ത് ഈ ചില സമയത്ത് AC അവർ ലേറ്റ് ആവും ഓൺ ചെയ്യാനായിട്ട്. അത് ആ ടേക്ക് ഓഫ് ഫ്രണ്ടിലേക്ക് റൺവേ എൻഡിലേക്ക് പോകുമ്പോഴായിരിക്കും AC ഓൺ ചെയ്യുന്നത്. ഇത് ഡൽഹിയിൽ നിന്ന് വിടുന്നതിന് മുമ്പായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു. അപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് കംപ്ലീറ്റ് ചിലപ്പോൾ ഈ ബ്രീഫിംഗ് നടക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്താണോ എന്ന് നമുക്കറിയില്ല. പിന്നെ അത് തന്നെയല്ല, പിന്നെ പാസഞ്ചേഴ്സിന് സ്വഭാവമുണ്ട്, കയറി കഴിഞ്ഞാൽ അന്നേരം വെള്ളം വേണം അത് വേണമെന്ന് പറഞ്ഞപ്പോഴും നമ്മളെ അറ്റൻഡേഴ്സിനെ വിളിച്ചോണ്ടിരിക്കും, ഫ്ലൈറ്റ് ക്രൂസിനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഇവര് ആ ഒരു ഇൻകൺവീനിയൻസ് ഒഴിവാക്കാൻ വേണ്ടി ഇത് ആ സമയത്ത് ഓഫ് ചെയ്തതാണോ എന്നറിയില്ല. പക്ഷെ യൂഷ്വലി നമുക്കറിയാം, നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ മുതൽ AC ഓൺ ആണ്. AC ഓൺ അല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. ആളുകളെല്ലാം വിശറി വെച്ച് വീശുന്നൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അഹമ്മദാബാദിൽ വന്നു കഴിഞ്ഞിട്ട് AC ഇനി കേടായിരുന്നു, അതല്ല ഇൻ ഫ്ലൈറ്റ് അത് കേടായിരുന്നു, ശരിയാക്കിയോ എന്നറിയില്ല. വാട്ട് എവർ ഇറ്റ്, അതും ഈ ഒരു ആക്സിഡന്റുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, യാതൊന്നുമില്ല. ഇനി ഡയറക്റ്റ് ഇമ്പാക്ട് ഇല്ല, അല്ലെ ഡയറക്റ്റ് റിലേഷൻ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇൻഡയറക്റ്റ് റിലേഷൻ ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് അതിന്റെ ആ ഒരു മെയിൻ്റനൻസ് റെഡിനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരല്പസമയം കൂടി താങ്കൾ ദയവായി തുടരുക. കാരണം ഈ അപകടത്തിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകളൊക്കെ എത്രത്തോളം ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരശേഖരണത്തിൽ നിർണായകമാകുമെന്ന സംശയം കൂടിയുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് അടക്കം തിരികെ എത്താം. അതോടൊപ്പം ഒരു കാര്യം ചേർക്കാനുള്ളത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരു മലയാളി മരിച്ചു എന്നുള്ളത്, ഒരു സ്ത്രീയാണ്. അവരെ അപമാനിക്കുന്ന തരത്തിലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സാഹചര്യമുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. ഇതിലേക്കെല്ലാം തിരികെ എത്താം.